ഗോപി, ഈ രീതിയിൽ മന്ത്രിമാരെല്ലാം ഇപ്പോൾ ലോക് ഭവനിലകത്താണുള്ളത്, മന്ത്രിസഭ ഇപ്പോൾ ലോക് ഭവനിലകത്താണുള്ളത്. ഈ ഗവർണറുടെ സൽക്കാരത്തിന് ശേഷം അവർ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. അതിലെ തീരുമാനങ്ങളിലേക്കാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴേക്ക് അവർ പുറത്തേക്കെത്തും? പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനൊടുവിൽ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ കേരളത്തിൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി VD സതീശൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ആ വിരുന്ന് സൽക്കാരത്തിൽ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോക് ഭവന് മുന്നിലാണ്. അല്പം മുൻപാണ് മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ഒക്കെ ലോക് ഭവനിലേക്ക് പോയത്. ഇനി നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രി VD സതീശനും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ അംഗങ്ങളും പോവുക സെക്രട്ടേറിയറ്റിലേക്കാണ്. അവിടെയാണ് നിർണായകമായ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ 5 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 എണ്ണമായിരുന്നു. ഒന്ന്, KSRTCയിലെ വനിതകൾക്ക് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുക, അതോടൊപ്പം കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പദ്ധതി വഴി നടപ്പാക്കുക, അതോടൊപ്പം വിദ്യാർത്ഥിനികൾക്ക്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപയുടെ വായ്പ, പലിശരഹിത വായ്പ. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ UDF മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമായി ഉത്തരവുകളായി ഇറങ്ങാൻ പോകുന്നത് എന്നതിലാണ് ആകാംക്ഷയുള്ളത്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ സമര രംഗത്തെത്തിയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശാ വർക്കർമാരുടെ വേതന വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും, അത്തരമൊരു തീരുമാനം താൻ അധികാരം ഏറ്റെടുത്ത ആദ്യത്തെ ക്യാബിനറ്റിൽ UDF അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രധാനപ്പെട്ട തീരുമാനമായി ഉത്തരവായി അങ്ങനെയൊരു തീരുമാനം ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ UDF നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നൽകിയിട്ടുള്ള ഉറപ്പുകൾ, ഈ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഉത്തരവുകളായി, തീരുമാനങ്ങളായി ആദ്യ ക്യാബിനറ്റ് കഴിയുമ്പോൾ ഇറങ്ങാൻ പോകുന്നത് എന്നതിൽ നമ്മുടെ ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഏതായാലും VD സതീശനും അദ്ദേഹത്തിന്റെ 20 അംഗ മന്ത്രിമാരും ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തുന്നതിനെ വളരെ ആഘോഷപൂർവ്വമാണ് കേരളത്തിലെ സാധാ പൊതുജനം സ്വീകരിച്ചിരിക്കുന്നത്. അത്ര വലിയ മാർജിനിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ പ്രധാനപ്പെട്ട ചില സാന്നിധ്യങ്ങളായിരുന്നു. അതിൽ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഗവർണറുടെ ചായ സൽക്കാരം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.